അതായത് ഒരു പ്ലാസ്റ്റിക്കിലിട്ടിട്ട് വേറെ കവറാക്കിയിട്ട് ഒരു നല്ലൊരു ബന്ധോസാക്കിയിട്ട് ഒരു മണ്ണ് ഒഴിച്ചിട്ട് അതിൽ വെക്കലാണ്. അത് പറമ്പ് തന്നെ ഉണ്ട്, പക്ഷേ അത് എവിടെ കാണിക്കാൻ കഴിയില്ല. അത് ഇതിലൊരു കോടി കിട്ടിയാൽ മതി, 25 വേണ്ട. ഏതായാലും ഒരു 65-60 വർഷം ലോട്ട് എടുത്തിട്ടുണ്ടാവും. ഇപ്പോൾ ഇവിടെ വന്നിട്ട് 10-25 കൊല്ലം. ആ 25 കൊല്ലത്തിൽ ലോട്ട് എടുത്തിട്ട് ഇന്ന് വരെ ഒന്നും കിട്ടിയില്ല. ഇന്ന് രാവിലെ പണിക്ക് പോയാലും 7:30 പണിക്ക് പോയാലും ഉച്ചവരെ പണിയെടുക്കും, പിന്നെ 1000 രൂപ കിട്ടും. പിന്നെ 3 മണിക്ക് കല്ലേറ്റാൻ പോയിട്ട് ഒരു 1600 കിട്ടും. ആ പൈസക്ക് ലോട്ട് എടുത്തിട്ട് പിന്നെ ആ പൈസക്കാണ് ഞാൻ ലോട്ട് എടുക്കല്. ഇത് പ്രകാശൻ, കണ്ണൂർ പഴയങ്ങാടി സ്വദേശിയാണ്. മികച്ച കഠിനാധ്വാനിയാണ്. ഒരു ദിവസം 2500 രൂപയ്ക്ക് വരെ പ്രകാശൻ ജോലി ചെയ്യും. എന്നാൽ പ്രകാശന് മറ്റൊരു ശീലം കൂടിയുണ്ട്, ലോട്ടറി എടുക്കുക. കഴിഞ്ഞ 25 വർഷത്തിനിടെ ഇദ്ദേഹം 60 ലക്ഷം രൂപയ്ക്കാണ് ലോട്ടറി എടുത്തത്. ഇത്തവണത്തെ ഓണം ബമ്പറും പ്രകാശൻ എടുത്തു. 1ഉം 2ഉമല്ല, 90 എണ്ണം. താനാകും ആ ഭാഗ്യവാനെന്ന പ്രതീക്ഷയിൽ പ്രകാശൻ 90 ബമ്പർ ടിക്കറ്റും പറമ്പിൽ കുഴിച്ചിടുകയും ചെയ്തു. അതെന്തിനായിരിക്കും? പ്രകാശൻ തന്നെ പറയും. എൻ്റെ പേര് പ്രകാശൻ. ഞാൻ കുറേ വർഷങ്ങളായി ബമ്പർ എടുക്കുന്നു. പിന്നെ ബമ്പറെ കൂടുതൽ എടുക്കല്. ഇപ്പോൾ ഈ പ്രാവശ്യത്തെ 90 ബമ്പറായി. അതിലൊരു സെക്കൻഡ് വീണെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അതായത് സെക്കൻഡ് വീണാലും പിന്നെ വെള്ളടിയോ അങ്ങനത്തൊന്നുമില്ല, മദ്യം ഒരാൾക്ക് മേടിച്ചു കൊടുക്കില്ല. എൻ്റെ ഫസ്റ്റ് അടിച്ചാൽ ഫസ്റ്റില്ലെങ്കിൽ ഒരു സെക്കൻഡ് ഒരു കോടി അടിച്ചാൽ എൻ്റെ മരുവക്ക് നല്ലൊരു വീട് കൊടുത്തു കൊടുക്കാനാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ അധികം ഞാൻ ലോട്ടറി എടുത്താൽ പ്രൈസ് വീണില്ലെങ്കിൽ പാർട്ടിന് ചീത്ത പറയുമ്പോൾ എൻ്റെ അമ്മ പറയും, അമ്മ വലിയ പാർട്ടിൻ്റെ ആളാണ്. അമ്മ പറയും എന്ത് പറഞ്ഞാൽ ലോട്ടറി വീണില്ലെങ്കിലും പാർട്ടിനെ ചീത്ത പറയാൻ പാടില്ല എന്ന് അമ്മ പറയും. അതുകൊണ്ട് ഞാൻ പാർട്ടിനെ ചീത്ത പറയില്ല, അമ്മ പാർട്ടിൻ്റെ വലിയ അപ്പോൾ EMS പത്തിൻ്റെ വീടാണ്, അമ്മയുടെ വോട്ടുണ്ട്. പിന്നെ EMS പത്തിൻ്റെ ഒരു വീട് കിട്ടിനി, അത് 10-12 കൊല്ലമായി. അതിൻ്റെ വീട് തേക്കാൻ വേണ്ടിയിട്ട് പൈസ ഇല്ല. അതുകൊണ്ട് ഇന്ന് കിട്ടും നാളെ കിട്ടില്ല പ്രതീക്ഷയിലാണ് എടുക്കുന്നത്. അപ്പോൾ കുറേ കൊല്ലങ്ങളായി എടുക്കുന്നത്. രാവിലെ പണിക്ക് പോയാലും 7:30 പണിക്ക് പോയാലും ഉച്ചവരെ പണിയെടുക്കും. പിന്നെ 1000 രൂപ കിട്ടും. പിന്നെ 3 മണിക്ക് കല്ലേറ്റാൻ പോയിട്ട് ഒരു 1600 കിട്ടും. ആ പൈസക്ക് ലോട്ട് എടുത്തിട്ട് പിന്നെ ആ പൈസക്കാണ് ഞാൻ ലോട്ട് എടുക്കല്. അങ്ങനെ പണിയെടുത്ത പൈസനെ കൊണ്ട് ലോട്ട് എടുത്ത് എൻ്റെ കൈ കണ്ടായപ്പം ചേരിക്ക് പോകേണ്ട പോലെയുണ്ട്. അങ്ങനെ കഷ്ടപ്പെട്ട പൈസനെ കൊണ്ട് ലോട്ട് എടുത്ത് ഇന്ന് വരെ പിന്നെ വീണില്ല. അപ്പോൾ ഈ പ്രാവശ്യം എനിക്ക് എനിക്ക് മുമ്പത്തെ കല്ലേറ്റം അങ്ങനെയല്ല, കൈ തടി ക്ഷീണിച്ചു പോയി. അപ്പോൾ ഈ പ്രാവശ്യം കൂടി എന്തെങ്കിലും ഒരു സെക്കൻഡ് ഒരു കിട്ടണമെന്നില്ല എൻ്റെ ഒരു ആഗ്രഹം. പിന്നെ എൻ്റെ അമ്മ പറഞ്ഞു, മോനെ നീ കള്ളു കുടിക്കാൻ പാടില്ല, ലോട്ടറി വേണമെങ്കിൽ അത്യാവശ്യം എടുത്തോ. ലോട്ടറിയിൽ നിന്ന് പ്രൈസ് വീണാലും ചില ആളുകൾ മദ്യം വേണം. മദ്യത്തിൽ ഞാൻ മയങ്ങില്ല, ആർക്കും സഹായം. പിന്നെ നമ്മൾ അതിർത്തൊരു സ്ഥലമുണ്ട്, അതായത് നമ്പൂരി 1-2 നമ്പൂരിമാരുണ്ട്, കയ്യാത്തളുണ്ട്, അവരെ ഞാൻ സഹായിക്കലുണ്ട്. അവർ പണ്ട് ശാന്തിക്ക് പോയായിരുന്നു. അങ്ങനെ 1-2 ശാന്തി ചെയ്യുന്ന നമ്പൂരിമാരെ സഹായിക്കാൻ പോക്കുന്നുണ്ട്. പിന്നെ എൻ്റെ മരുമക്കളെ ഞാൻ സഹായിക്കലുണ്ട്. ഇപ്പോൾ ഒരു കോടി കഴിച്ചാൽ മരുമക്കൾക്ക് നല്ലൊരു വീട് എടുത്തു കൊടുക്കാനാണ് എൻ്റെ ഒരു ആഗ്രഹം. രാവിലെ 7 മണിക്ക് പോയാൽ 1:30 വരെ നാടൻ പണി എടുത്താൽ 1000 രൂപ കിട്ടും. അങ്ങനെ 1000 രൂപ കിട്ടിയിട്ട് പിന്നെ 1:30 പണി നിന്നിട്ട് പിന്നെ 2-3 മണിക്ക് ശേഷം പണിക്ക് പോയിട്ട് 6:30 വരെ കല്ലിയേറ്റും. അങ്ങനെ 200 വർഷം കല്ലിയേറ്റ് 1500 കിട്ടും. അങ്ങനെ ഈ പൈസ രണ്ടും കൂടി ഒരു 500 നീക്കി അങ്ങനെ എടുത്ത ലോട്ടറിയാണ് ഇത്രയും ലോട്ടറി ചെയ്ത്. അത് എടുക്കുന്നെങ്കിൽ കണ്ട് പഴയങ്ങാടി തമ്പുരാന്ന് എടുക്കും. ചില ആൾ പറയും പാലക്കാട് പോയിട്ടാണ് തിരുവനന്തപുരം, അങ്ങനെ എടുത്തിട്ട് കാര്യം ഭാഗ്യമുണ്ടെങ്കിൽ പഴയങ്ങാടി തമ്പുരാന്ന് കിട്ടും. അന്നേ ഇന്നും പഴയങ്ങാടി തമ്പുരാന്ന് എടുക്കല്ലോ. ഇപ്പോൾ അവിടുന്ന് 9 ബുക്കാണ് എടുക്കൽ. പിന്നെ വേറി എടുത്തിന്. അപ്പോൾ എല്ലാം കൂടിയിട്ട് ഒരു 80-85-90 ടിക്കറ്റ് ആയിട്ടുണ്ട്. അതിനപ്പുറം ഞാൻ എടുത്തിട്ടില്ല. എത്ര പൈസ ഏതാണ്ട് ലോട്ടറിക്ക് വേണ്ടി? ലോട്ടറി ആയത് 45-60 ലക്ഷം രൂപ പോയിട്ടുണ്ടാവും. മഹാരാഷ്ട്രയിൽ നിൽക്കുമ്പോൾ ഞാൻ ചെറുപ്പത്തിലെ മഹാരാഷ്ട്രയിൽ അവിടുന്ന് ഞാൻ ബാറിൽ നിൽക്കുമ്പോൾ ബാറിൽ നിന്ന് എനിക്ക് കമ്മീഷൻ കിട്ടും. ആ കമ്മീഷൻ കിട്ടിയ പൈസ കൊണ്ട് ഞാൻ അവിടെ അക്കടെ കളിയില്ല, അതുവരെ കളിച്ച്. ഇപ്പോൾ ഇവിടെ വന്നിട്ട് 10-25 കൊല്ലം. ആ 25 കൊല്ലത്തിൽ ലോട്ടറി എടുത്തിട്ട് ഇന്ന് വരെ ഒന്നും കിട്ടിയില്ല. അവിടെ പഴയങ്ങാടി വന്നാൽ അറിയാം, സൈക്കിളിൽ ഞാൻ കൊങ്കോട്ടും കൈക്കൂട്ടും എടുത്ത് എല്ലാ പണിക്കും പോകും. കാട് വയ്ക്കാൻ, കൊമ്പ് വയ്ക്കാൻ, വെറുതെ കല്ലിയാറ്റാൻ. അതിന് കഠിനാധ്വാനമാണ്. ഇപ്പോൾ കൈ കണ്ടാൽ നിങ്ങളൊക്കെ വിചാരിക്കും ചേരിപ്പാണ്ടിയാണ്. അത്രയ്ക്ക് അധ്വാനിച്ച പൈസ ഇന്ന് വരെ പോയി. ഇനി വീടിന് അങ്ങോട്ട് കഴിയുന്നില്ല. ഇതെൻ്റെ ലാസ്റ്റ് നമ്പർ എടുക്കുക. അതിനാണ് എനിക്ക് ഇനി അങ്ങോട്ട് ബമ്പർ അങ്ങനെ കൂടുതൽ എടുക്കാൻ കഴിയില്ല. ഇതിൽ 85-90 ടിക്കറ്റ് എടുത്ത് അതിലൊരു സെക്കൻഡ് വീണെന്നൊരു ഒറ്റ ആഗ്രഹമില്ല. എല്ലാം ഈ ജനങ്ങളെ കണ്ട സ്ഥിതിക്ക് എല്ലാവരും പ്രാർത്ഥിച്ചിട്ട് ഒരു സെക്കൻഡ് പോകാൻ വേണ്ടി പ്രാർത്ഥിക്കണം. എൻ്റെ ഇത് ഇതുവരെ ലോട്ടറി അടിച്ചിട്ടില്ല, ഇന്ന് വരെ അടിച്ചിട്ടില്ല. അപ്പം ഒരു 5000 കിട്ടും. 5000 ലോട്ടറി എടുക്കും. അന്നേരം അവർ പറയും, തമ്പുരാൻ്റെ അവർ പറയും, എന്തിന് തേച്ച് കൊടുക്കുന്ന ഒരു 2500 രൂപ കിടത്താൽ പറയാം. എന്നാൽ അത് തേച്ച് കൊടുക്കും. അങ്ങനത്തെ ഒരു വ്യക്തിയാണ്. ഈ സൈക്കിളിൽ നടക്കുന്നതിൻ്റെ കാരണം എന്താ? സൈക്കിൾ ആരോഗ്യത്തിന് നല്ലതാണ്. ഹെൽമെറ്റ് വേണ്ട, എണ്ണ വേണ്ട, ഒന്നും വേണ്ട. പോലീസ് കണ്ട പിടിക്കില്ല, ഒന്നുമില്ല. മരണം വരെ സൈക്കിളേ പോയിക്കോളൂ. ഇനിയിപ്പോൾ ലോട്ടറി അടിച്ചാലും സൈക്കിളേ, വേറൊന്നും ചെയ്യില്ല. ഹെൽമെറ്റ് പണിക്കണം, വണ്ടി പണിക്കണം, അങ്ങനത്തെ ഒരു ആഗ്രഹമില്ല. വീട് ജോലി എന്ന് പറഞ്ഞാൽ വീട് മുമ്പ് പഴയ വീടാണ്. ഇപ്പോൾ EMS പദ്ധതിയിൽ വീട് കിട്ടി. അത് ഒരു 10-12 കൊല്ലം ഇന്നുവരെ തേച്ചിട്ടില്ല. അത് പഞ്ചായത്ത് നോക്കുമ്പോൾ അവർ പറയും, പിന്നെ നിങ്ങൾ ലോട്ടറി എടുക്കുന്നില്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ചില ആളെ എപ്പം കള്ളു കുടിച്ച് തീർക്കുന്നു, ഞാൻ ലോട്ടറി തീർക്കുന്നു. അതും പിന്നെ തുല്യമാണ്.
പക്ഷേ ഇന്ന് കിട്ടും നാളെ കിട്ടുന്ന പ്രതീക്ഷയാണ്. ഒരു പ്രൈസ് വീണാൽ ഇത് നല്ലൊരു തേച്ചിട്ട് നല്ല അടിപൊളിയാക്കും. ലോട്ടറിയെ എങ്ങനെയാ സൂക്ഷിക്കുന്നത് ശരിക്കും? അതായത് ഒരു പ്ലാസ്റ്റിക്കിലിട്ടിട്ട് വേറെ കവറാക്കിയിട്ട് ഒരു നല്ലൊരു ബന്ധവസാക്കിയിട്ട് ഒരു മണ്ണ് കുഴിച്ചിട്ട് അതിൽ വെക്കലാണ്. അത് പറമ്പ് തന്നെ ഉണ്ട്, പക്ഷെ അത് എവിടെ കാണിക്കാൻ കഴിയില്ല. ഒരു എന്താ മുക്കാക്കൂല ഞാൻ കുഴിച്ചിട്ട് വെച്ചിട്ട് അതിൽ. അപ്പോൾ അതിപ്പോൾ കാണണമെങ്കിൽ വലിയ പണി. അതിപ്പം ലോട്ടറി കാണാൻ കഴിയില്ല. ലോട്ടറി എപ്പോഴാണ് കുഴിച്ചിടുന്നത്? ആരും കാണാത്തപ്പോൾ ആദ്യം കാണാൻ രാത്രി കുഴിച്ചിട്ട് ഒരു 2 മണി 1 മണിക്കെല്ലാം കുഴിക്കും. അന്നേരം ആരും കാണൂല. അതായത് എല്ലാവരും ഇപ്പം ജനിച്ചു കഴിഞ്ഞാൽ അമ്മരെ മുലപ്പാൽ കുടിക്കില്ല. ഞാൻ ജനിച്ച മുതൽ 16 വയസ്സ് വരെ അമ്മരെ മുലപ്പാൽ കുടിച്ചു. അമ്മരെ മുലപ്പാലിന് ശക്തിയാണ്. അപ്പോൾ അമ്മരെ മുലപ്പാൽ 16 കൊല്ലം വരെ കഴിച്ചുകൊണ്ടാണ് ആരും മുന്നിലും മുട്ടുകുത്താത്. അപ്പോൾ രാത്രിക്ക് ഒരു ഇന്നൊക്കെ മിഞ്ഞാന്ന് ഒരു ചാനലുകാർ വന്നു. അവർ ഞാൻ ലോട്ടറി എടുത്ത് കാണിച്ചു. അത് അവർ പോയ ശേഷം 9:45 10 മണിയാണ് രാത്രി. ഒരു പാരി ഉണ്ടായിരുന്നു, അതിനെ കൊണ്ട് ചെള്ളി ഇതാക്കി ഒരു മുട്ടോളം കുഴിച്ച് അതിലൊരു പ്ലാസ്റ്റിക്കിലിട്ട് അത് വേറെ പ്ലാസ്റ്റിക് കവർ ചെയ്തു മണ്ണിട്ട് മൂടി അവിടെ പുല്ലെല്ലാം ഇട്ടിട്ട് ലെവലാക്കി. ലോട്ടറി എടുക്കില്ല. പിന്നെ ലോട്ടറി എടുത്താൽ പിന്നെ നമുക്ക് ഭാഗ്യം വേണ്ടേ. ഇതിലും എന്തെങ്കിലും ഇത് അറിഞ്ഞിട്ട് നമ്മളെ സർക്കാർ കയ്യിൽ നിന്നുള്ളൊരു പ്രതീക്ഷയാണ്. പക്ഷേ ബമ്പർ വന്നപാട് കടയിൽ നിന്ന് പറയും പ്രകാശേട്ടൻ്റെ കൈ നല്ലതാണ്, ഫസ്റ്റ് നിങ്ങളൊരു ബമ്പർ എടുക്കുക, നല്ല ചിലവാണ് എന്ന് പറയും. അങ്ങനെ എടുക്കും. അങ്ങനെ എടുത്ത് ഒരാഴ്ച കഴിയുമ്പോൾ ഒരു നമ്മുടെ ടിക്കറ്റ് തീർന്നു, നല്ല കൈമണിയാണ്. പക്ഷെ നിങ്ങൾക്ക് ഭാഗ്യമില്ല. ഇതാക്കി എന്തായാലും കൂടുതൽ വരുമാനം കിട്ടിക്കൂടെന്ന് വെച്ചിട്ടാണ് ഈ ഞാൻ ലോട്ടറി കൂടുതൽ എടുക്കുന്നത്. സർക്കാരിന് വരുമാനം കിട്ടിക്കൂടുന്നു ഇതിൽ കുറേ ചിലവും കാര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് കൂടുതൽ ബമ്പർ ഞാൻ ഈ പ്രാവശ്യം പറഞ്ഞു എങ്ങനെയായാലും 100-300 കോടിയിൽ മേലെ ലോട്ടറി വിറ്റ് തീരും എന്ന് ഞാൻ തമ്പുരാനോട് പറഞ്ഞു. അവർ പറഞ്ഞു എൻ്റെ നാവ് പൊന്നായി പോയിക്കോട്ടെ. അപ്പം ഇതിലൊരു 1 കോടി കിട്ടിയാൽ മതി, 25 വേണ്ട. ഇപ്പോൾ ഏതാണ്ട് എത്ര രൂപ ലോട്ടറി എടുത്തിട്ടുണ്ട്? ഏതായാലും ഒരു 65-60 വർഷം ലോട്ടറി എടുത്തിട്ടുണ്ടാവും. അത് ചില ആൾ വരെ ശേഖരിച്ച് വെച്ചൂടാ. അങ്ങനെ ഇപ്പം നമ്മൾ തിന്നുന്ന ഭാഷ കുറേ ഏതെല്ലാം ആൾ എന്തെല്ലാം തിന്നു. ഞാൻ മീൻ കഴിക്കലൊന്നും ചില ആളെ ഇപ്പം ചിക്കനും മട്ടനും വെള്ളം അടിക്കുന്നില്ല. ആ പൈസ നമുക്ക് ബാങ്കിൽ ചോദിച്ചു വെച്ചാൽ എത്ര പൈസയോ അത് ഞാൻ അന്നേ ലോട്ടറി എടുക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തി തന്നെയാണ് ഈ പ്രകാശൻ. വളരെ കഠിനാധ്വാനിയാണ്. കൂടാതെ അദ്ദേഹം പിന്നെ ഒരു കുടുംബസ്നേഹിയും കൂടിയാണ്. അദ്ദേഹം പിന്നെ അയാളുടെ ഒരു പ്രത്യേക ഒരു വിഷയം എന്ന് പറയുന്നത് ഇയാൾ വ്യാപകമായി ലോട്ടറി എടുക്കുന്നു. എനിക്ക് തോന്നുന്നു ഒരു 25 വർഷക്കാലം ആയിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു. കൂടുതൽ ബമ്പറാണ് എടുക്കുന്നത്. അപ്പം അദ്ദേഹം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ആഗ്രഹം ചോദിച്ചപ്പോൾ ഇയാൾ പറയുന്നത് എനിക്ക് പിന്നെ ഒരു കുടുംബത്തിന്, അതായത് മരുമകൾക്ക് ഒരു വീട് വെച്ചു കൊടുക്കണം എന്നൊരു ആഗ്രഹമാണ്. കൂടാതെ ഇയാളുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ മദ്യപാനമൊന്നും കാണുന്നില്ല. ഇതുവരെ മദ്യപാനം നമ്മൾ ഇതുവരെ അടിച്ചിട്ട് അങ്ങനെ മദ്യപാനമൊന്നുമില്ല. നല്ല കഠിനമായി അധ്വാനിക്കും. എല്ലാ ദിവസവും പിന്നെ കൃത്യമായി ജോലിക്ക് പോകുന്ന ആളാണ്. പക്ഷേ അയാളുടെ ഏറ്റവും ഒരു പ്രശ്നം എന്ന് പറയുന്നത് വ്യാപകമായ ഒരു ലോട്ടറി എടുക്കുക. അത് പിന്നെ ഇതിനൊരു ആകാംക്ഷയോട് കൂടിയുള്ള ഒരു എടുപ്പാണ്. എപ്പോഴും എനിക്ക് തോന്നുന്ന ഒരു ദിവസം തന്നെ ഒരുപാട് വലിയ കിട്ടുന്ന ക്യാഷ് ഫുള്ള് തന്നെയാണ് എത്തുന്നത്. പക്ഷേ ഞാൻ ലോട്ടറി എടുക്കാത്ത ആളാണ്. ലോട്ടറി ഇതുവരെ ജീവിതത്തിൽ എടുക്കാത്ത ആളാണ്. പക്ഷേ ഇയാളെ പറ്റി ഇത് കാണുമ്പോഴേ നമുക്കൊരു പിന്നെ ഇയാളെ അവിടെ എങ്ങനെ ഇത് പറയുക എന്നുള്ളത് ഒരു പക്ഷെ എന്തായാലും ലോട്ടറിയുടെ പിന്നെ എടുക്കുന്നതിനനുബന്ധിച്ച് ഒരുപാട് ആൾ ജീവിക്കുന്നുണ്ട്. അതൊരു വേറൊരു വിഷയമാണ്. പക്ഷേ അതിൻ്റെ ഒക്കെ ഒരു ആധാരമായി അല്ലെങ്കിൽ അതിൻ്റെ ഒരു രൂപമായി അദ്ദേഹത്തെ നമുക്ക് കാണും. പ്രകാശേട്ടൻ്റെ കുടുംബം ഞാൻ കല്യാണം കഴിച്ചില്ല. ഞാനൊരു പെണ്ണിനെ പ്രേമിച്ചിന്. അത് പ്രേമിച്ചത് ഞാൻ എനിക്ക് ഇഷ്ടപ്പെടും. എൻ്റെ അമ്മക്ക് എനിക്ക് ഇഷ്ടപ്പെടുന്നു. അത് നമ്മളെ നെരുമ്പറം തന്നെ. അദ്ദേഹം പാലോട്ടാവിൻ്റെ ആ പാടെ പെണ്ണ് വരുന്നത് പേരൊന്നും പറഞ്ഞില്ല. ആ പെണ്ണിനെ കല്യാണം കഴിയുമ്പോഴേക്കും അന്നേരം ഞാൻ ബോംബെയിലുണ്ടായിരുന്നു, മഹാരാഷ്ട്രയിൽ. ഞാൻ ഇവിടെ വന്ന് പോയ ശേഷം എൻ്റെ പെങ്ങളുണ്ടായിരുന്നു. പെങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും കഴിക്കാമെന്ന് വെച്ചാൽ അങ്ങനെ വെച്ചതാണ്. അപ്പോൾ അത് നടന്നിട്ടില്ല. അപ്പോൾ ഞാൻ ബോംബെ പോയിട്ട് വരുമ്പോൾ ആരോ പാര വെച്ചു. അപ്പോൾ ആ പെണ്ണിൻ്റെ കല്യാണം കഴിഞ്ഞു. ആ പാര വെച്ചകളെല്ലാം പോയി, മണ്ണിൻ്റെ അടിയിലേ പോയി. അപ്പോൾ അതുകൊണ്ട് പാര വെച്ചകളെല്ലാം മണ്ണിൻ്റെ അടിയിൽ പോയി. പക്ഷേ ഞാൻ ഇന്നും അവളെ വിചാരിച്ച് ഇന്ന് വരെ കല്യാണം കഴിച്ചില്ല. ലോട്ടറിയെ പറ്റിയുള്ള ഒരു അഭിപ്രായം എന്താണ്? ലോട്ടറിയെ പറ്റിയ അഭിപ്രായമൊന്നുമില്ല. ഇതിന്ന് ലോട്ടറി എന്ന് വെച്ചാൽ ജനങ്ങളെ ഏറ്റവും വലിയ അധ്വാനമാണ്. കഴിയാത്ത എത്രയോ ജനങ്ങളുണ്ട്. അതിൽ ഈ ലോട്ടറി വിറ്റ് ജീവിക്കുന്ന എത്ര ആളുണ്ട്. മദ്യം പോലുള്ള ലോട്ടറി. ഞാൻ മദ്യത്തിൽ എതിർപ്പാണ്. ലോട്ടറിയിൽ എനിക്ക് എതിർപ്പില്ല. ലോട്ടറി എന്ന് വെച്ചാൽ എത്രയോ കഴിയാത്ത കയ്യും കാലും പൊട്ടിയാണ്ട് ഇരക്കുന്നതിനെക്കാട്ടിയും കഷ്ടമാണ് ലോട്ടറി വിൽക്കുന്ന ആൾ. അപ്പോൾ ഇതിലടിച്ചു കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു അവർക്ക് കുറച്ച് സഹായിക്കുന്ന ആഗ്രഹമുണ്ട്. ഈ ലോട്ടറി വിൽക്കുന്ന കയ്യും കാലില്ലാത്തവർക്ക് സഹായിക്കുന്ന ആഗ്രഹമുണ്ട്.